ഈ അടുത്ത ദിവസങ്ങളിൽ വായിച്ച ഒരു ലേഖനത്തിൽ നിന്നുള്ള വളരെ പ്രസക്തമായ വിവരങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. RSSും ക്ഷേത്ര സംരക്ഷണവും തമ്മിലുള്ള ബന്ധം, അതിലേക്കാണ് ഈ ലേഖനം വിരൽ ചൂണ്ടുന്നത്. ആരാടാ എന്ന് ചോദിച്ചാൽ തിരിച്ച് ഞാനാടാ എന്ന് പറയാൻ ആത്മവിശ്വാസം നൽകിയ സംഘം, ഒരുപാട് മഹാക്ഷേത്രങ്ങളെ തകർച്ചയിൽ നിന്നും സംരക്ഷിച്ച് നിർത്തിയ സംഘം, അനീതി ചോദ്യം ചെയ്ത് മുന്നോട്ട് പോയ സംഘം, ക്ഷണക്കത്ത് കിട്ടാതെ ഹിന്ദു സമാജത്തിന് വേണ്ടി മുന്നോട്ട് വന്ന കാക്കി ട്രൗസറുകാർ, അവരെക്കുറിച്ചാണ് ഈ ലേഖനം. എന്നു മുതലാണ് ക്ഷേത്രങ്ങൾ RSSന്റെ സ്വത്തായി മാറിയത് എന്നറിയാമോ? വളരെ പ്രസക്തമായ ചോദ്യമാണത്. ചെറിയൊരു ചരിത്രമുണ്ട്. വളരെ പണ്ട്, കൃത്യം പറഞ്ഞാൽ ഒരു 54 വർഷം മുൻപ്, ഒരു തികഞ്ഞ ഗാന്ധിയൻ കോൺഗ്രസ് നേതാവ് മലപ്പുറത്തെ അങ്ങാടിപ്പുറം തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ഒരു കല്യാണം കൂടാൻ പോയി. കല്യാണം കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ ക്ഷേത്ര പരിസരത്ത് കാട് പിടിച്ചു കിടന്ന ഒരു ശിവലിംഗ പ്രതിഷ്ഠ അദ്ദേഹം കണ്ടു. അതിന്റെ ചരിത്രം അദ്ദേഹം പ്രാദേശികവാസികളിൽ നിന്നും അറിഞ്ഞു. ടിപ്പുവിന്റെ പടയോട്ടത്തിൽ തകർക്കപ്പെട്ട ചരിത്ര പ്രസിദ്ധമായ തളിക്ഷേത്രമാണ് അത് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ക്ഷേത്ര പുനരുദ്ധാരണവുമായി മുന്നോട്ട് പോവാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. 1968 ഒക്ടോബർ മാസം വിജയദശമിക്ക് മുന്നോടിയായി അദ്ദേഹം ക്ഷേത്രപ്രദേശത്തെ കാട് വെട്ടി വൃത്തിയാക്കാൻ തുടങ്ങി. എന്നാൽ വളരെ പെട്ടെന്ന് അന്തരീക്ഷം മാറി. അങ്ങാടിപ്പുറത്ത് വലിയ പോലീസ് സന്നാഹം വന്നെത്തി. പഴയ ഗാന്ധിയൻ നിഷ്കളങ്ക ബുദ്ധിയിൽ എന്താണ് പ്രശ്നമെന്ന് തെളിഞ്ഞില്ല. എന്നാൽ പോലീസുകാർ വന്ന കാര്യം വ്യക്തമാക്കി. കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്, പിന്തുണയ്ക്കുന്നത് മുസ്ലിം ലീഗാണ്. ക്ഷേത്രം പുനരുദ്ധീകരിക്കാൻ നിർവാഹമില്ല. അവിടെ കൂടിയിരിക്കുന്നവരിൽ നിന്നും ഒന്നുകൂടി അദ്ദേഹത്തിന് വ്യക്തമായി, ക്ഷേത്രം നിൽക്കുന്ന ഭൂമി ഒരു മരക്കച്ചവടക്കാരന്റെ പേരിലാണ് ഇപ്പോൾ. അദ്ദേഹത്തിന് മുസ്ലിം ലീഗ് നേതാക്കളുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. പിന്നെ രാമസിംഹൻ കൊലക്കേസിലെ ഒരു മുഖ്യ പ്രതിയായിരുന്നു ഇദ്ദേഹം. ഇതെല്ലാം അറിഞ്ഞതോടെ കൂടെ കൂടിയ ഖദർധാരികളുടെ എണ്ണം കുറയാൻ തുടങ്ങി. പോലീസിന്റെയും അപ്പുറത്ത് ആളുകൂടാനും തുടങ്ങി. ക്ഷേത്രം വൃത്തിയാക്കാൻ നേതാവിനൊപ്പം എത്തിയവർ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ പതറി നിന്നപ്പോൾ മലബാറിന് സുപരിചിതമല്ലാതിരുന്ന കുറച്ച് ട്രൗസർധാരികൾ ആ രംഗം ഏറ്റെടുത്തു. മാണിക്യപുരം അയ്യപ്പ ക്ഷേത്ര സംരക്ഷണ സമിതി യൂണിറ്റ് യോഗം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പ്രക്ഷുബ്ധമായിരുന്ന അങ്ങാടിപ്പുറത്ത് TN ഭരതന്റെയും CP ജനാർദ്ദനന്റെയും നേതൃത്വത്തിൽ സംഘിക്ക് രാമസിംഹന്റെ മൃതദേഹം കൊണ്ടുവന്നപ്പോൾ ഏറ്റുവാങ്ങാൻ ധൈര്യമില്ലാതിരുന്ന ഒരു സമാജത്തിന് ആത്മവിശ്വാസം നൽകിയ ആരാടാ എന്ന് ചോദിച്ചാൽ തിരിച്ചു ഞാനാടാ എന്ന് പറയാൻ അവർക്ക് ആത്മവിശ്വാസം നൽകിയ സംഘം. അവിടെ നിന്നും തുടങ്ങിയത് ഒരു മഹാപ്രക്ഷോഭമായിരുന്നു. പഴയ കോൺഗ്രസുകാരോട് ചോദിച്ചാൽ ഇപ്പോഴും പറഞ്ഞു തരും. തളി വിട്ടുകൊടുക്കില്ല എന്ന വാശിയിൽ സർക്കാർ. ഗാന്ധിയൻ നേതാവിന് മതമൗലികവാദികൾ വഴി ഭീഷണികൾ, ഒട്ടനവധി സമരങ്ങൾ, അറസ്റ്റ്, നിരോധനാജ്ഞ. ജനസംഘത്തിന്റെ ദേശീയ നേതാവ് അടൽ ബിഹാരി വാജ്പേയി, വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് പൂജനീയ സ്വാമി ചിന്മയാനന്ദ സരസ്വതി തുടങ്ങിയവർ സമരമുഖത്തെത്തി. ഒടുവിൽ സർക്കാരിന്റെ മൂക്കിൻ തുമ്പിൽ നിന്നും ക്ഷേത്രം ഏറ്റെടുത്തു, പുനരുദ്ധാരണം നടത്തി. സംഘം നായപാത്തിയ കല്ലിന്മേൽ ചന്ദനം പൂശിയ കേളപ്പ എന്ന് വിളിച്ചു നടന്ന മതഭ്രാന്തന്മാരിൽ നിന്നും അന്ന് RSSുകാർ പിള്ളേർ ചുറ്റും കൂടി നിന്ന് ജീവൻ രക്ഷിച്ച സർവോദയ നേതാവാണ് കേരള ഗാന്ധി K. കേളപ്പൻ. അദ്ദേഹം തുടങ്ങിയ ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന നിങ്ങളുടെ ഭാഷയിലെ സംഘപരിവാർ പ്രസ്ഥാനമാണ് ഒരുപാട് മഹാക്ഷേത്രങ്ങളെ തകർച്ചയിൽ നിന്നും സംരക്ഷിച്ചു നിർത്തിയത്. ഒരുപക്ഷെ RSS നേരിട്ടൊരു ക്ഷേത്ര സംരക്ഷണവുമായി മുന്നോട്ട് വന്നത് കേരള ഗാന്ധിയുടെ നേതൃത്വത്തിലാണ്. പിന്നീട് ഇങ്ങോട്ട് ഒരുപാട് തവണ ക്ഷണക്കത്ത് കിട്ടാതെ ഹിന്ദു സമാജത്തിന് വേണ്ടി ഈ കാക്കി ട്രൗസറുകാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. നിലയ്ക്കലും അയോധ്യയിലും തുടങ്ങി ഒരുപാട് തവണ ക്യാമറയ്ക്ക് മുന്നിൽ നേതാവ് പ്രസംഗിക്കുമ്പോൾ പിന്നിൽ നിന്നും ഏന്തി വലിഞ്ഞ് സ്ക്രീനിൽ മുഖം കാണിക്കാൻ മാത്രം ശ്രമിക്കുന്നവർക്ക് 1000 പ്രേരകന്മാരെ വെച്ചാലും അതിന്റെ കെമിസ്ട്രി മനസ്സിലാവാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും. ശബരിമലയിലെ സർക്കാർ നടപടികൾ തുടങ്ങിയപ്പോൾ അതൊക്കെ RSS പിള്ളേര് നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. RSS എന്താണെന്നോ ഏതാണെന്നോ അറിയാത്ത അമ്മമാർ, ആരും ക്ഷണിക്കാതെ പോയി അനീതി ചോദ്യം ചെയ്ത് നേടിയതാണ് വിശ്വാസം. വെള്ളഖദറിൽ ചളിപുരളാതെ നടക്കുന്നവർക്ക് അത് മനസ്സിലാവാൻ കഴിയില്ല. ഒടുവിൽ ഈ പറഞ്ഞ ഖദർധാരി നേതാക്കൾക്ക് മഞ്ഞും വെയിലും കൊണ്ട് വിയർത്തു കുളിച്ചു നിന്ന് ചോദിക്കേണ്ടി വന്നില്ലേ, താൻ എവിടത്തെ അഞ്ഞൂറാനാണടോ എന്ന്. അപ്പോഴും സംഘം ഇറങ്ങി, ആരും ക്ഷണിക്കാതെ, മഞ്ഞും മഴയും കൊണ്ട് കേസും അറസ്റ്റും നേരിട്ട്. നിങ്ങളുടെ ഒന്നും ഒരു നല്ല വാക്കുപോലും പ്രതീക്ഷിക്കാതെ ഈ സമാജത്തിനു വേണ്ടി ഒരു സ്റ്റേറ്റിന്റെ മുഴുവൻ സംവിധാനം ഉപയോഗിച്ചിട്ടും ഈ സംഘടനാ മികവിന് മുൻപിൽ അതിദാരുണമായി പരാജയപ്പെട്ടവർ ഫ്രസ്ട്രേഷൻ കരഞ്ഞു തീർക്കാൻ പറയുന്ന ഒരു ഡയലോഗില്ലേ, സംഘം കാവലുണ്ട്. അതെ, സംഘം കാവലുണ്ട്, പക്ഷെ ദേവന്റെ സ്വത്തിനല്ല, ദേവന്റെ ഭക്തർക്ക്. സംഘത്തിന്റെ ആ ഒരു അർപ്പണ മനോഭാവത്തെ, ക്ഷേത്ര സംരക്ഷണത്തിനു വേണ്ടിയുള്ള അർപ്പണ മനോഭാവത്തെ സൂചിപ്പിക്കുന്നത്, തെളിയിപ്പിക്കുന്നത് തന്നെയാണ് ഈ ലേഖനത്തിലെ ഈ ഉള്ളടക്കത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.